മമ്മൂക്കയുടെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രത്തിൽ ഞാൻ സിനിമ കണ്ടതാണ്. സിനിമ കണ്ടപ്പോൾ മമ്മൂക്കയുടെ എൻട്രിയിൽ ഭയങ്കര ഹൈപ്പായിരുന്നു. ഹൈപ്പ് എന്ന് വെച്ചാൽ മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ എന്നല്ല, എല്ലാവരും ഗൂസ് ബംസ് ആയിരുന്നു. മമ്മൂക്ക ഇത് അംഗീകരിക്കാനുള്ള ഈ ടൈമിൽ ഇത് ഇത്രയും ഹൈപ്പ് വരുമെന്ന് എങ്ങനെ തോന്നി മമ്മൂക്കിനെ കൺവിൻസ് ചെയ്തു? അതാണ് എനിക്ക് പറഞ്ഞത്. കഥ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്? കഥ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു കഥ പറഞ്ഞാൽ അദ്ദേഹം ഡേറ്റ് വരും. പക്ഷേ ജയറാം എന്നുള്ള നടനാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. മമ്മൂക്ക എങ്ങനെ കൺവിൻസ് ആയെന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും പറയുന്നതല്ലേ, മമ്മൂക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫേസിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ ഇഷ്ടം പോലെ പറയുന്നത്. അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ. കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആദ്യം ഞാനൊന്ന് ഞെട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ട, ഞങ്ങൾ പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബാധ്യതയാവെന്നൊക്കെ പറഞ്ഞ് ഞാൻ മുങ്ങി. പിന്നെ ഞങ്ങൾ ഇന്ന് ഡയലോഗ് വർക്ക് ചെയ്തുകൊണ്ട് ഡോക്ടറെ ഇടയ്ക്ക് പറയും മമ്മൂക്കാനെ വിളിക്കുന്നു പറയും. അങ്ങനെ ഞാൻ പിന്നെ കണ്ണൂർ സ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് വിചാരിച്ചു. അപ്പം നീ എന്തോ ബാധ്യതയാവുന്നൊക്കെയാണല്ലോ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അല്ല പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് അങ്ങനെയാണ് വന്നത്. ആക്ച്വലി കഥ പറഞ്ഞ് പുള്ളിക്ക് വർക്കായി. ആ ഒരു സിമ്പിൾ പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തോടുള്ള താല്പര്യം കൊണ്ട്, അത് ഇഷ്ടമായതുകൊണ്ട്, കഥ ഓൾട്ടുഗദർ സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട് തിരഞ്ഞെടുത്താണ്. അല്ലാതെ അതിനകത്ത് മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഘടകമായിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് അദ്ദേഹത്തോടൊരു അറിയാലോ ഒരു താല്പര്യമുണ്ടെന്ന് ജയറാമേട്ടൻ സ്ഥിരം അവകാശപ്പെടാറുണ്ട്. അല്ലേ വേണ്ട? അടുത്ത് മമ്മൂക്ക ഇപ്പം ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ജയറാമേട്ടന് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു, അതിന് താങ്ക്സ് എന്ന് ജയറാമേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കനെ ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ജയറാം അഭിനയിക്കുന്ന ഒരു ചിത്രം എന്നതാണ്, അതോ അതിലെ കഥാപാത്രം? ജയറാം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ വിളിക്കാതെ. കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണന കൊടുക്കുന്നത്. മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരില്ല, നമ്മളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം ഉള്ള ആളാണ്. ജയറാമേട്ടന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പടമായല്ലോ. നീ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം മിഥുമാനുവൽ പറഞ്ഞല്ലോ, ഞാൻ കയറി വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. നമുക്ക് അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ്. നമുക്ക് എന്തുകൊണ്ടാണ് മിഥുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. മിഥുമാനുവലിനെ സന്തോഷമാക്കി ബാക്കി ചെയ്തുകൊണ്ട് വന്നു. ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചത് ചെയ്ത സിനിമ. അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത്. ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ. സിനിമയുടെ കഥാപാത്രം തന്നെയാണ്. ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ച എങ്ങനെയിരിക്കും? താങ്കൂലെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും തീരുമാനമായത്. അല്ലേ? അങ്ങനെയല്ലേ? ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട്. ഈ സെൻസ് സെൻസിബിലിറ്റിക്ക് ശേഷം ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം നല്ല വ്യത്യാസമായിട്ടാണ്, ഇമോഷൻ ചേർത്താണ്. ഈ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന്, അലക്സാണ്ടർ ആയിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ? അങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് ഇന്നിങ്ങനെ പരിപാടി എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ അന്ന് വീട് കിട്ടുന്നതാണ്. ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതം. അതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവം അത് പുതിയ വാക്കുകൾ തന്നെയാണ്. ബ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവും ഒക്കെ. പക്ഷെ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നത്, അത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ്. അതായിരിക്കും നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടത്. അർത്ഥമെന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത്. ഇന്നലെ പുറത്തു വിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയിൽ നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളെന്നൂടെ അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത്.
അപ്പോൾ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോൾ ഒരു വിജയ ചിത്രം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക, മോഹൻലാൽ എന്ന രണ്ട് വലിയ നടന്മാരുടെ ഇടയിൽ നിന്നാണ്. ഓസ്ലറിലും അങ്ങനെ പുതിയ പഠനങ്ങൾ ഉണ്ടായിരുന്നു. ഇല്ല, ആദ്യമേ ഞാൻ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ എന്താ കാരണം എന്ന് പറയാം. കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? പിന്നെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അത് സമ്മതിച്ചത് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ പറയും, ടൈറ്റിൽ ക്യാരക്ടർ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത്. അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ല. അതിലപ്പുറം കസേരയിട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്താ പേര് മറ്റേത്, അതിന് ഇല്ല പറയുന്നില്ല, കഥയിലേക്ക് പോകുന്നില്ല. അപ്പോ അതിന് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അപ്പൊ അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്. തന്നെ പിന്നെന്താ ചോദിച്ചു പറഞ്ഞത്? പുതിയതായിട്ട് അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ, ചില വാക്കുകളും ഇതും എല്ലാം. തുടക്കത്തില് എനിക്ക് കറക്റ്റ് ചെയ്തു തന്നു കൃഷ്ണ. എനിക്ക് പറയാൻ ഒരു പേര് വിളിക്കുന്നുണ്ട്, കൃഷ്ണദാസ്. ജയറാമേട്ടൻ കൃഷ്ണദാസ് വിളിച്ചിട്ടുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ അവന്റെ കൃഷ്ണദാസ് ആണോ വിളിക്കുന്നത്? പോലീസുകാരല്ലേ കേട്ടോ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ കൃ കറക്റ്റ് വരും. ക്ലിയർ വേണ്ട. കൃഷ്ണദാസ് വിളിക്കുമ്പോൾ കൃ വരില്ല. അതാണ് പറയാൻ വന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ കാര്യം. നെക്സ്റ്റ്. ഇപ്പം കാതിൽ കണ്ടിറങ്ങിയ പ്രേക്ഷകര് ഒന്നടക്കം പറഞ്ഞ സംഗതി, ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാർ ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഓസ്ലറിലെ തന്നെയാണെങ്കിൽ സ്പോയിലർ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ നേരെ മറിച്ച് സണ്ണി ലിയോണുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും, അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത്? അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഓരോരുത്തർക്ക് അവരവരുടെ താല്പര്യം. ഞാനീ മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരെന്തെന്ന് പറഞ്ഞ സിനിമയിലെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയത്. അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ജയറാമുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് രാവിലെ എന്നെ വന്ന് കണ്ട് ഫോട്ടോ എടുത്തോളാം ഇവിടെ പങ്കാളിൽ. അതുപോലെ അപ്പോൾ ജയറാമിനോട് അന്ന് പോലെ നമുക്കറിയാവുന്നല്ലോ. അറിയാം സിനിമയിൽ വന്നതിനൊക്കെ ഉള്ള സന്തോഷം ഉണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെന്താ ഇന്നലെയൊക്കെ വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസ്. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്ന് എടുത്ത് ചോദിച്ചാൽ ഇതിൽ മമ്മൂട്ടി സർക്കാർ അപ്പടിയാ. അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ ആണ് എന്താ മൂവ് ചെയ്തിട്ടുള്ളതൊന്നും കാണാൻ വേണ്ടിയിട്ട്. ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണമുണ്ടാവും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടങ്ങളായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. இந்த படத்துல வந்து ரொம்ப சினிமேட்டிக்கா ஒரு செலிப்ரேட்டடா ஷார்ட்ஸ் எல்லாம் வச்சு ஸ்டைலைஸ்டா பண்ணிருக்கீங்க. ஸோ அது அதோட அப்ரோச் எப்படி இருக்கு? சொல்லுங்க. பேரன்பிளே புழியிலும் வந்து ரொம்ப கிரவுண்டடா சார் ப்ரெசென்ட் பண்ணுது. ஓஸ்லர்ல வந்து ஒரு ஒரு ஸ்டாரை வந்து ப்ரெசென்ட் பண்ற மாதிரி ஒரு செலிப்ரேஷன் இருக்கு, அந்த கூஸ் பம்ப்ஸ் இருக்கு, ஒரு அட்ரினாலின் இருக்கு. அந்த அந்த செட்டோட டைம் அந்த மொமெண்ட் எப்படி ரீக்ரியேட் பண்றீங்க? அதெல்லாம் ஸ்கிரிப்ட் டிமாண்ட் பண்ணுறது தான். அந்த ஸ்கிரிப்டில் அந்த டிமாண்ட் இருக்குது, சாருடைய கேரக்டரைசேஷன் அந்த மாதிரி இருக்குது. ஸோ அதை எக்ஸ்ப்ளோர் பண்ணுறது தான். அண்ட் இன்ஃபேக்ட் நீங்கள் பேரண்ட் பார்த்தீங்கன்னா சாரோட கேரக்டரைசேஷன் தான் எக்ஸ்ப்ளோர் பண்ணுறோம். அது எல்லாமே ஸ்கிரிப்டில்
கேரக்டரைசேஷன் டிமாண்ட் பண்ணுற விஷயங்கள் தான் அப்படி பண்ணுறது. அண்ட் இன்ஃபேக்ட் நண்பகல் நேரத்து மயக்கம் சார் கூட பார்த்தீங்கன்னா கம்ப்ளீட்லி வேற ஒரு பெர்ஸ்பெக்டிவ் இருப்பாங்க சார். எனக்கே பிரேமில் பார்க்கும்போது எனக்கு துணிக்கிட்டே இருக்கும், சார்கிட்ட சொல்லிகிட்டே இருப்பாங்க. இன்ஃபேக்ட் இந்த இதுலேயுமே நான் சார்கிட்ட போயிட்டு எக்ஸைட்டாக சொல்லிகிட்டே இருப்பேன். அதனால் இன்னும் கூட இது பண்ண முடியல. ஏன்னா சார்கிட்ட ஒரு மேட்சிக் அது எப்படி எங்கே இருக்குன்னு தெரியல. அது நாட் ஒன்லி கேமரா, சாருடைய அந்த உயர்ந்த மாபெரும் அண்ட் இன்னொரு விஷயம் சொல்கிறேன், ஜெயராம் சார் அதே மாதிரி அந்த காம்பினேஷன் சீக்வன்ஸ் எடுத்துகிட்டு இருக்கும்போதெல்லாம் வந்து பார்த்தீங்கன்னா செட்டில் என்னால் ஒவ்வொரு செகண்டும் நான் ஆச்சரியமாகவும் அதை என்ஜாய் பண்ணிகிட்டே இருக்கும். எனக்கு மனசு மைண்டு அந்த விஷயங்கள் அது ரெண்டு பேரும் அவ்வளோ இதுவாக இருக்கும் அதில் அந்த சீக்வன்ஸ் பண்ணும்போது. இது எல்லாமே கேரக்டரைசேஷன் சார் ரெண்டு பேருடைய എല്ലാം ചെയ്യുന്നത്. താങ്ക് ഒരു നീതിന്മാരിൽ പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മക്കാലത്തി സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു ഇത് എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ഓസറിനെ നോക്കുമ്പോൾ ഒരു ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരു കുറച്ച് വയലൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമുണ്ടല്ലോ. പക്ഷേ ഓസറിനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വയലൻസ് ഇല്ല, വേറൊരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ഇത് പിടിക്കാൻ കാരണം? എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ക്രൈം ചെയ്യുമ്പോൾ അങ്ങനെ വേറൊരു ട്രാക്ക് നോക്കും? അതിനകത്ത് ഭൂതകാലം വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു പ്രതിനായകൻ, പിന്നെ പടത്തിൽ തന്നെ വലിയൊരു ഡയലോഗ് കടമെടുത്താൽ അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പകരം ചോദിക്കാൻ ഇറങ്ങുന്നവരുടെ മുന്നിൽ തെറ്റുകൾ ഉണ്ടാവില്ലോ, ശരികൾ മാത്രമേ കാണൂ. ആ പരിപാടിയിലാണ്, അതാണ് ഈ സിനിമ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഒരു ഇമോഷണൽ ഡ്രാമ സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അത് ഇന്നലെ ഉച്ചവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. കാരണം വരാൻ പോകുന്ന യൂത്ത് എന്ത് കൺവിക്ഷനോട് കൂടിയാണ്, എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ 150-ൽ പരം എക്സ്ട്രാ ഷോസാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചത്. ഇപ്പോൾ 5-ാം പാതിൽ ചെയ്തിട്ടുണ്ട്, 6 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അതിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം എത്തിയത്. ഇതിൻ്റെ പ്രധാന കാരണം തേനി സാർ പറയുന്ന പോലെ ഇന്ത്യവിൻ മാബെരും നടികൾ, അത് അദ്ദേഹത്തിൻ്റെ കണക്കാണ്. ആ ക്യാപ്ഷൻ കേട്ട് മിസ്റ്റർ തേനി ഈശ്വറാണ്. തേനി സാർ ഇടയ്ക്കിടയ്ക്ക് പറയും അവർ മാബെരും നടികർ താ എന്നിടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ഇവരെ ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈങ് മൊമെന്റ്സിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട്. കാരണം മലയാളികൾക്ക് ജറാമേട്ടൻ പറഞ്ഞ പോലെ കാനനവാസത്തിന് പോയി എന്ന് പറഞ്ഞാൽ തെലുങ്കിലും തമിഴിലും മാത്രം വന്നപ്പോൾ വിജയ് മഹേഷ് ബാബു എന്നൊക്കെ പറയുള്ളൂ. അത് കണ്ടില്ലേ? അതാണ്. അതെ, അത് വന്നു. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജയറാമേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അതിൽ മമ്മൂക്ക ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. മലയാളിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളായ മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളായി പച്ചക്കറി, അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നത് പറയുന്ന പോലെ ജയറാമേട്ടനെ തിരിച്ചുകൊണ്ടുവന്നത് വിധിച്ചായിരുന്നു. ഏറ്റവും ആവശ്യമായിരുന്ന മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് വേണമല്ലോ. അവിടെ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിട്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആയ ഒരു കഥ വേണം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അദ്ദേഹത്തിന് തീരുമാനമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് തീരുമാനമായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഈ എന്നോട് എന്നൊക്കെ പറയുമ്പോൾ ഞാനത് ജയറാമേട്ടനോട് പറയുന്നു. പിന്നെ ആ പ്രൊജക്ട് അങ്ങനെ അനുദിനം വലുതാവുകയായിരുന്നു. നല്ല ടെക്നീഷ്യന്മാർ, നല്ല ആർട്ടിസ്റ്റുകൾ, പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കണ്ടവർക്കറിയാം, പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തിൽ അടിപൊളിയായിട്ടുണ്ടോ. നമുക്ക് പറഞ്ഞ പോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത്. എല്ലാം ചേർന്ന് നന്നായി വന്നൊരു സിനിമയാണ് അബ്രഹാം ഓസ്ലർ. അവസാനം നമ്മുടെ ഓസ്ലറിന്റെ വേറൊരു മോഡാണ് കാണിക്കുന്നത്. അതെ. അപ്പം സെക്കൻഡ് പാർട്ടിൽ വേറൊരു ഫസ്റ്റ് പാർട്ട് ഇമോഷണൽ ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് വേറൊരു ലെവലിലുള്ള ഓസ്ലറിനെ കാണാൻ സാധിക്കും. ഞാൻ അതിന് ഒരു കാർഡ് വെക്കും, നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് വന്നാൽ മതി അടുത്തൊരു പാർട്ട് വരുമ്പോൾ. നമുക്ക് ഇവിടെ പുതിയ സിനിമയുടെ ടീച്ചർ ഇറങ്ങുന്നു. എന്താ മമ്മൂക്ക ഒരു രക്ഷയില്ലാത്ത ടീച്ചർ എടുത്ത് ഗംഭീരം ഒരു ഗെറ്റപ്പ്.
അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നമുക്ക്. അത് ഒരു രക്ഷയില്ലാത്ത കയറ്റം. ഫസ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് വരട്ടെ പറയാം. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന അതൊക്കെ എനിക്ക് പേടി. പ്രതീക്ഷയ്ക്ക് ഒത്തുവരണ്ടേ? നമുക്ക് സമയമൊക്കെ എന്നിട്ട് പറയാം. തീർച്ചയായിട്ടും ജയറാമൻ്റെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമൻ്റെ ഓർപ്പിച്ചോളൂ, ഞാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക വന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ. ആ ഒരു കഥ ഉണ്ട്, ആ ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തോളൂ. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിൽ. അൻസാറിന്റെ വീട്ടിൽ പോയി അൻസാറിന് ഞാൻ പല ദിവസങ്ങളും ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി, കൂടെ എടുക്കണം. അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 മണിക്ക് വീടിന്റെ മാർക്ക് പോയി കൊണ്ടുപോയി ഇപ്പൊ കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുത്തത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിന്റെ ഷൂട്ടിങ്ങിന് മുമ്പൊക്കെ വരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന് കാര്യം ഉറപ്പിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട്, അൻസാറിന്റെ കൂടെ വന്നാണല്ലേ എഴുതി വെച്ചു. അങ്ങനെ അപ്പടെ പോകുന്നു. ഒരുപാടുണ്ട്. അതിപ്പോഴും ആ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് മൈക്ക് വിട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്കൊന്നുമില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുന്നു. അപ്പം അതിന്റെ ഒരു എനർജി എവിടെ നിന്ന് കിട്ടുന്നത്? അതല്ലേ ഈ പറഞ്ഞ് ശീലിച്ചു പോയി. ഇതാണ് എനർജി. എൻ്റെ മുമ്പിൽ കാണുന്നത് മുഴുവൻ എൻ്റെ എനർജി. നമുക്ക് ഭീഷ്മർ ഇറങ്ങിയ ടൈമില് നമുക്ക് അടുത്ത് ചോദിച്ചു, ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചപ്പോ നമുക്ക് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോൾ പറയില്ല. അടുത്ത തീരുമാനത്തിലാണ്. വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡ് ഒക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക, അദ്ദേഹം ഒരേ സമയം കാതലും കണ്ണൂർ സ്കോഡ് ആണ് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വിഷ്ണുറത്തിന് ശേഷം രഞ്ജുവിന് ശേഷം സംസാരിക്കുന്ന പ്രധാന നടനെ തെരഞ്ഞെടുപ്പായി പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രം സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ? 42 വർഷമായി സിനിമയിൽ. ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കില്ലേ? അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന സുഖമാണ് എൻ്റെ സുഖം. മമ്മൂക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പ്രോഗ്രാമിൽ ഷൂട്ടിംഗ് അദ്ദേഹം തന്നെ കാശ് മുടക്കുന്നുണ്ട്. നല്ല കഥാപാത്രത്തിനുള്ള ഒരു ദാഹം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കും ചെയ്യണം ഇവിടെ മമ്മൂക്ക പെർഫോം ചെയ്യുന്നു, അങ്ങനെ പലതൊക്കെയായിട്ട് പലപ്പോഴായി നടക്കുന്നുണ്ട്. ഇപ്പം പുതുകാലഘട്ടത്തിലെ ടെക്നീഷ്യന്മാര് ജയറാം എന്നൊരു നടനെ കൃത്യമായി യൂസ് ചെയ്യുന്നില്ലെന്ന് പലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ മാറി നിന്നത്. ഒരേ സർക്കിളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി നമ്മളും അറിയില്ല എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനായിട്ടെടുത്ത തീരുമാനമാണ് മാറി നിന്നത്. പക്ഷേ ജോലി മറ്റു ഭാഷകളിലൊക്കെ ഉണ്ടായിരുന്നു, തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ 360 ദിവസം ജോലി ചെയ്യാനുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ സ്വന്തം മലയാളത്തിൽ അങ്ങനെ ഒരു ഇതോടുകൂടി വരണമെന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് സംഭവിച്ചത്. അതേപോലെ ഈ 5-ാം പാതിര എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് പിന്നീട് വന്നത്. അപ്പം ഈ എബ്രഹാം ഹൗസ്ലറിന് ശേഷം ജയറാമേട്ടന്റെ മറ്റൊരു ബേസിലുള്ള മുഖം മലയാളികൾക്ക് ഇനി തുടർന്ന് കാണാൻ സാധിക്കും. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന വ്യക്തി. അപ്പൊ തീർച്ചയായിട്ടും അത് എന്നെ വെച്ച് തന്നെ ആലോചിക്കുന്നുള്ളതാണ് ഇനി എന്റെ വിശ്വാസം. ഞാൻ പോയില്ല. അപ്പം അടുത്ത ദിവസങ്ങളിൽ കാണാവുന്നൊരു ഉറപ്പ് അവർക്ക് നൽകി. അപ്പൊ എങ്ങനെയാണ് ഈ ഫാൻസിന്റെ പ്രവർത്തനങ്ങളെ നോക്കി കാണാറുള്ളത്, അവരെ വീക്ഷിക്കാറുണ്ട്? അയ്യോ, തീർച്ചയായിട്ടും. നമ്മളെ സ്നേഹിക്കുന്ന കുറേ കുട്ടികൾ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ അവരുടെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയാണ്. കഴിഞ്ഞ അവർക്കൊരു സന്തോഷിക്കാനുള്ള സിനിമ 3-4 വർഷമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ലേ, അത് കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഓരോ തിയേറ്ററിൽ നിന്ന് ഞാൻ അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ല, ഇന്നലെ വിജയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ വിജയ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, സർ കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ബ്രേക്ക് ചെയ്യാം, ഫോൺ വിളിച്ച് എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷം ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ട് എല്ലാവരും തിയേറ്ററിൽ പാലക്കാട്, എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം എല്ലാ സ്റ്റേഷൻസിൽ നിന്ന് അവർ വിളിച്ചിട്ട് അവരായിട്ട് സംസാരിക്കുക.
അതിൽ ഏറ്റവും വലിയ സന്തോഷം. ജയറാമേട്ടൻ പറഞ്ഞതുപോലെ ഈ കുടുംബ ചിത്രങ്ങൾ ജയറാമേട്ടൻ എപ്പോഴും കുടുംബ പ്രഷറായി എടുത്തുകൊണ്ടിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കുടുംബ ചിത്രം അഭിനയിച്ചുകൊണ്ടത് ജയറാമേട്ടൻ തന്നെയാണ്. ആ ചിത്രം അത്തരം ഒരു കുടുംബ ചിത്രങ്ങൾ ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ജയറാമേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ സിനിമകൾ വരുന്നുണ്ട്? അല്ല, എല്ലാം ബേസിക്കലി കുടുംബ സിനിമകൾ. അതിൻ്റെ ഒരു പാറ്റേൺ മാറിയെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ പോസ്റ്റർ എന്നുള്ള സിനിമ എടുത്തുള്ളൂ, ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. നിങ്ങൾ ഇതിനെ കണ്ടു കാണും. ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് ഫസ്റ്റ് ഷോ തൊട്ട് എന്തോരം ഫാമിലികളാണെന്ന് അറിയാം. ഫുൾ ഒരു കുടുംബ സിനിമയ്ക്ക് വരുന്ന ഫാമിലിയാണ് എല്ലാവരും. ഇന്ന് തന്നെ ബുക്കിംഗ് ഉള്ള എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുള്ളത് മുഴുവൻ ഫാമിലി ക്രൗഡാണ്. അപ്പോൾ അത് ഇന്ന് സിനിമ വേറെ രൂപത്തിലേക്ക് മാറിയതേ ഉള്ളൂ. എന്തൊരു ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ് ഇതും. ഒരു നല്ല കുടുംബത്തിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥ പറയുന്ന കഥ തന്നെയല്ലേ. ചേട്ടാ, ഇപ്പോ ജയറാമേട്ടൻ എന്ന് പറയുന്നുണ്ട്, ഫാസിൽ ഉൾപ്പെടെയുള്ള സംവിധായകൻ ജയറാമേട്ടനായിട്ട് പടം ചെയ്യാത്തതിന്റെ കാരണം ഇദ്ദേഹമായിട്ട് ഒരു സിനിമ ചെയ്താൽ തുടരെ എല്ലാ സിനിമകളും ഇദ്ദേഹമായിട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഓസ്കറിന്റെ തുടർന്നുള്ള പതിപ്പുകളല്ലാതെ ഒരു ജയറാം മിഥുൻ മാനുവൽ ഈ പറഞ്ഞ ആട് പോലെയോ അല്ലെങ്കിൽ ഈ ആന്തരിക കൽപ്പന പോലെ എന്റർടൈനർ ആ സ്വഭാവമുള്ള സിനിമയോട് കൂടി അദ്ദേഹമായിട്ട് ചേർന്നുണ്ടാക്കാം. ഒരു ബുക്കിംഗ് അവരാ എനിക്ക് കൊടുത്തിരിക്കുന്നത്. ജയറാമേട്ടൻ വെച്ച് കോമഡി ഫ്ലേവറുള്ള സിനിമ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം. അത് അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ എഴുത്തുകാരുടെയും പ്രഗത്ഭരായ സംവിധായകരുടെയും കൂടെ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്കിലേക്ക് ഞാൻ കയറി അത്തരം സിനിമകളോട് മത്സരിച്ച നടപടിയാവില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന, എന്നെക്കൊണ്ട് എടുത്താൽ പൊങ്ങുന്ന, എൻ്റെ കംഫർട്ട് സോണിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കോമഡി അല്ലാത്ത സിനിമകൾ ഇദ്ദേഹത്തെ വെച്ച് ഞാൻ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കണ്ടിട്ടില്ലാത്ത ജയറാമിനെ പോസ്റ്ററിൽ വന്ന പോലെ മറ്റൊരു രൂപത്തിൽ ഭാവത്തിൽ അവതരിപ്പിക്കും. അപ്പോൾ അത് തീർച്ചയായും 100% ഉണ്ടാവും. ഒരു റൈറ്റർ എന്ന രീതിയിൽ ഇപ്പൊ ഏറ്റവും അധികം പീക്കിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മിഥുൻ മാനുവലിനെ പറ്റി സംസാരിക്കുന്നത്. മിഥുൻ മാനുവൽ സിനിമ ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കാം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ശരിക്കും ആ ഒരു റൈറ്റർ ഏറ്റവും ഒരു ടോപ്പ് നോച്ച് നിൽക്കുന്ന റൈറ്റർ എന്നുള്ള പ്രിവിലേജ് എടുത്തുകൊണ്ടാണോ മമ്മൂക്കയെ പോലെ ഒരാളെ പ്രതിനായകനാക്കാനുള്ള തീരുമാനം? ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ആ കഥ വളരെ യാദൃശികമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. വളരെ യാദൃശികമായിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ചെയ്യട്ടെ. അത് നേരത്തെ പറഞ്ഞ ബാധ്യതയാവെന്ന് പറഞ്ഞതും എല്ലാം അക്ഷരം പ്രതി സത്യമാണ്. പിന്നെ ഇദ്ദേഹം എൻ്റെ ചെവി തിന്നാൻ തുടങ്ങി. ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ ചെവി തിന്നാൻ തുടങ്ങി. ചുറ്റും നിന്നവരൊക്കെ ചെവി തിന്നാൻ തുടങ്ങി. എനിക്കാണ് പേടിച്ചിട്ട് പാടില്ലായിരുന്നു. കാരണം അത് നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു വേഷത്തിലേക്ക് മമ്മൂക്കയെ പോലത്തെ ഒരു വലിയ ആള് വരുമ്പോൾ ആ സിനിമയുടെ തന്നെ കോൺസെപ്റ്റേ മാറിപ്പോകും, അതിൻ്റെ ക്യാൻവാസേ മാറിപ്പോകും. അത് ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകൾ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ് നമുക്ക് കൊണ്ടുവന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പം അത് ആ സിനിമയുടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻസിൽ ഒന്നായി മാറുകയും ചെയ്തു. അതിനകത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തുഷ്ടരാണ്. പിന്നെ പീക്കിൽ നിൽക്കുന്ന റൈറ്റർ അങ്ങനെയൊക്കെ പറയുമ്പം എൻ്റെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലത് ഈ പറഞ്ഞ പോലെ ശരിയാവും, ചിലത് ശരിയാവില്ല, ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. ഞാൻ അങ്ങനെ ഇനിയും ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യും. ഒരു അടുപ്പിച്ചൊരു 4-5 എണ്ണം പൊട്ടിയിട്ട് പ്രേക്ഷകൻ വീട്ടിൽ പോടാ എന്ന് പറയുന്നത് വരെ സിനിമ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ടാവും. ഞാൻ അങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് വിജയങ്ങൾ മാത്രമേ എൻ്റെ കരിയറിൽ ഉണ്ടാവൂ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഫസ്റ്റ് പടം പൊട്ടിയിട്ട് തിയേറ്ററിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി പോകേണ്ടി വന്ന ഒരാളാണ്. അപ്പം അതിൽ തന്നെ തുടങ്ങിയത് കൊണ്ട് അങ്ങനത്തെ പ്രതീക്ഷകളുടെ ഭാരമൊന്നും എന്നെ ഭയപ്പെടുന്നു. എനിക്ക് എന്നെ കുറിച്ച് അങ്ങനത്തെ വലിയ അമിത പ്രതീക്ഷകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ സേഫ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ നമ്മൾ ഈ ചെറുപ്പകാലം അഭിനയിച്ച ഒന്നിനൊന്നിനും പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇവരെങ്ങനെയാണ് കണ്ടെത്തിയത്? എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ ഇത് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇവര് ചെറുപ്പം നമുക്കൊന്ന് കണ്ടെടുത്ത് ചോദിക്കാൻ അങ്ങനെ തന്നെ അല്ല ചേരാൻ അത് കൃത്യമാണ്. അതെങ്ങനെയാണ് ഇവരെ കണ്ടത്? അതിന് ഞാൻ നന്ദി പറയേണ്ടത് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ജോയി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ആളാണ്. അപ്പോൾ പ്രിൻസ് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷം അദ്ദേഹം ഇൻഡിപെൻഡൻസ് അനുഗ്രഹീതനാകണി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു. അപ്പോൾ അവൻ്റെ അടുത്ത എഴുത്തുകെട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് വലിയ സിനിമ വരികയാണ്, ആശാൻ്റെ കൂടെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് അവനെ പിടിച്ചോണ്ട് വന്നു. കാസ്റ്റിംഗ് മൊത്തം അവൻ്റെ മണ്ടയ്ക്ക് ഇട്ടു കൊടുത്തു. അവനിങ്ങനെ ഓരോരുത്തരെ വെച്ച് തപ്പി പിടിച്ച് ഇവരാരെയും ഒരാളെ പോലും എനിക്ക് പരിചയമുള്ള ആളുകളോ ഞാൻ കാസ്റ്റ് ചെയ്ത ആളുകളോ അല്ല. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പ്രിൻസിനുള്ളതാണ്. അപ്പം ഓരോരുത്തരെ കൊണ്ട് കാണിക്കും, ചേട്ടാ ഇത് മതിയോ, ഇത് ഓക്കെ ആവും, ഞാൻ ഇത് ഓക്കെ ആവും, അല്ലെങ്കിൽ അത് ഓക്കെ ആവും. അത് എസ്ഓർണോ പറയേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമേ എനിക്കുണ്ടായിരുന്നു. ഇവരൊക്കെ ഓരോരുത്തർ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് കണ്ട് അങ്ങനെ പ്രിൻസ് കൊണ്ടുവന്ന ആളുകളാണ് ഇവരെല്ലാവരും. വർക്ക്ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ കാര്യങ്ങൾ നന്നായി ബ്രീഫ് ചെയ്ത് കൊടുത്തു. പിന്നെ പ്രിൻസ് ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ചെവിയിൽ ഭീഷണികളും തെളിവുകളും പുറകെ തന്നെ ഉണ്ടായിരുന്നു.
വധഭീഷണി വരെ ഉണ്ടായിരുന്നാണ് എനിക്ക് പിൽക്കാലത്ത് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവര് പിന്നെ ജീവന്മാരുടെ പോരാട്ടമാണെന്ന് അറിയാം. കാരണം ഇത്രയും വലിയൊരു സിനിമ വരുമ്പോൾ പെർഫോമൻസ് ഒരു ഇഞ്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാതിരിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അപ്പോൾ അത് അവർ ഉൾക്കൊണ്ട് അവർ ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 കാലഘട്ടത്തിലും ഗംഭീരമായ ആർട്ടിസ്റ്റുകളെ കിട്ടിയതിന്റെ ഒരു ഭയങ്കര സന്തോഷം എനിക്ക് ഈ സിനിമയിൽ അനുഭവിക്കാൻ പറ്റി. കേട്ടോ മാർവൽ സിനിമകളിലൊക്കെ അതെ, എന്നെ പോലും വെറുതെ വിടില്ല ഒരു സെക്കൻഡ്. നമുക്ക് വരും പിടിച്ചു നിന്നോണം കേട്ടോ, അങ്ങനെ നിന്നോളണം. സെറ്റിലൊരു തമാശ പറയാൻ പോലും സമ്മതിക്കില്ലേ. തമാശ പറയാം, മതി 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 പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട്. അദ്ദേഹമാണെങ്കിൽ ആ കഥകൾ എല്ലാവരെയും പറയാനും ചിരിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം പോയി പറയാൻ തമാശ നമ്മൾ പിടിച്ച് തിരിച്ചുകൊണ്ട് പിടിച്ചോണ്ട്. ഈ അവഞ്ചേഴ്സ് സിനിമകളിലൊക്കെ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന റൈറ്റർ ക്യാമിയോ ചെയ്യുന്ന പോലെ വിധുചേട്ടൻ എല്ലായിടത്തും വിധുചേട്ടൻ ഡബ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടാവും. അതൊരു നിർബന്ധമാണോ? ഇപ്പടത്തിൽ ആക്ച്വലി ഞാൻ ആ സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ പ്രിൻസ് ആയിരുന്നു എന്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് ഷോട്ട് വെച്ചത്. അവൻ എനിക്ക് ക്ലോസപ്പ് തന്നില്ല. ആക്ച്വലി ഞാൻ ഡബ് ചെയ്തല്ല, ഞാൻ ആ സ്റ്റേജിൽ ഇരിപ്പുണ്ട് ദൂരെ. അത് പ്രസംഗമായതുകൊണ്ട് കയറിയതാണ് കേട്ടോ. ആത്യന്തികമായി സിനിമ സംവിധാനത്തെക്കാൾ എഴുത്തിനേക്കാൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു കലാരൂപമാണ് പ്രസംഗം. പ്രസംഗം പറയാൻ വന്ന ഒരാൾ തക്ക സമയത്ത് തോന്നക്കര പഞ്ചായത്തിലെ അരിമണി മുഴുവൻ പെറുക്കാൻ പോയ ഒരു ഘട്ടത്തിൽ കയറേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ഡബ് ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോക്ടറെ, ഈ പറഞ്ഞല്ലോ വയനാട്ടിലെ ഹോസ്പിറ്റലാണ്, ഇവിടെ ഓർത്തോയാണ്. താങ്കളുടെ കൈപ്പുണ്യം കാത്ത് ഒത്തിരി പേരോട് ഇരിപ്പുണ്ട്. ഈ സിനിമ ഇറങ്ങിയപ്പോൾ എന്താണ് പറയുന്നത്? ഒരുപാട് പേഷ്യൻസ് തന്നെ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ വിളിച്ചു കഴിഞ്ഞു, പേഷ്യൻസ് വിളിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഞാൻ വേഗം തിരിച്ചു ചെല്ലാനാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് പേഷ്യൻസ് തുടങ്ങാതിരിക്കുന്നുണ്ട്. റൈറ്റർ ഈ മെഡിക്കൽ ടേംസ് വളരെ കൺവിൻസിംഗ് ആയി കല്ലുകടി ഇല്ലാതെ അവതരിപ്പിക്കണമല്ലോ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ സബ്സ്റ്റൻസ് ഒക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പൊ അത് കൺവിൻസിംഗ് ആയി എത്തിക്കാൻ വേണ്ടിട്ട് മിഥുനായിട്ടുള്ള ചർച്ചകൾ അതെങ്ങനെയായിരുന്നു? അത് തീർച്ചയായിട്ടും മിഥുനോടുള്ള ഡിസ്കഷനിൽ ഞാൻ ആദ്യം എഴുതിയ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഇതിലും കൂടുതൽ മെഡിക്കൽ ജാർഗൺസും മെഡിക്കൽ വേർഡ്സ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് വന്നിട്ടുള്ള കഥയാണ് ഞാൻ ആദ്യം എഴുതി പോകുന്നത്. ആ രീതിയിലാണ് മിഥുനോട് പറഞ്ഞത്. അപ്പം മിഥുന് കുറെ കാര്യങ്ങൾ ഈ മെഡിക്കൽ ടേംസ് പലതും മിഥുനും എൻ്റെ കൂടെ ജോൺ മന്ത്രിക്കും ഉണ്ടായിരുന്നു, മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ അപ്പം എനിക്ക് മനസ്സിലായി ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതൊക്കെ ഒഴിവാക്കി. പിന്നെ ഒരു മൂന്നാമതൊരാളോട് കഥ പറയുമ്പോൾ അവർക്കും അതിനകത്ത് കല്ലുകടിയായിട്ടുള്ള തോന്നുന്ന ഭാഗങ്ങൾ അങ്ങനെ ഒഴിവാക്കി. അതിനുശേഷമാണ് ഈ ഫൈനൽ ഡ്രാഫ്റ്റ് നമ്മൾ എത്തുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് കുറെ കഥ പറഞ്ഞു തന്നെയാണ് കോമൺ മാൻ്റെ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ടൈറ്റിൽ അബ്രഹാം ഓസ്ലർ എന്നുള്ള ടൈറ്റിൽ എഴുതി വരുന്ന സമയത്ത് ഒരു ഭയങ്കര പമ്പിങ് ആയിരുന്നു. വളരെ പമ്പിങ് ആയ മ്യൂസിക്. ഇപ്പൊ ഒരു ത്രില്ലറിനോട് ഒരു സംഭവമാണ് പിടിച്ചിരിക്കുന്നത്. ഇവൺ ഇപ്പോ ജർമ്മന്റെ ഒരു സ്റ്റൺ സീക്വൻസിന്റെ ബാക്കിംഗ് വരെ ഗംഭീരാണ്. ഇപ്പോ റോഷാക്കിൽ നിന്ന് മാറി ഇവിടേക്ക് വരുമ്പോ എന്താണ് മ്യൂസിക്കിൽ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചത്? മ്യൂസിക്കില് ബേസിക്കലി ഒരു ത്രില്ലറിന്റെ പേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച്. ബിക്കോസ് ഞാൻ പറഞ്ഞു, മിഥുൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റ് നമ്മൾ ഡിപ്പ് ചെയ്യില്ല. ഇപ്പൊ ഇമോഷണൽ സീക്വൻസിലാണെങ്കിൽ പോലും ആൾക്കാർ സ്ക്രീനിൽ നിന്ന് മാറാതെ ആ ഒരു ഫീലിൽ നിന്ന് പുറത്തു വരും. ഫോൺ ചെക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ ഫസ്റ്റ് ഷോ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. ഇമോഷണൽ സീക്വൻസിന്റെ സമയത്ത് ആരെങ്കിലും ഫോൺ എടുക്കുന്നത്, ഒരാളും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് തന്നെ അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ചാലഞ്ച്. ഇപ്പം നമുക്ക് ഹെവി മ്യൂസിക് ചെയ്യാം, സ്ക്രീൻ എന്ന് വെച്ചാൽ ഒരു തപ്പ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ചെയ്തെടുക്കാം. ഈ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഇപ്പം മമ്മൂക്കയുടെ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ, അതിന് ജയറാമേട്ടന്റെ റിയാക്ഷൻ, ഈ രണ്ട് ഇൻഫാക്ട് ജയറാമേട്ടന്റെ റിയാക്ഷനാണ് എന്റെ മ്യൂസിക് കയറുന്നത്. അപ്പം ആ ഒരു സാധനം അണ്ടർപ്ലേ ചെയ്ത് പിടിക്കാം, പക്ഷെ ആരുടെയും ഫോക്കസ് പോരുത്. അതായിരുന്നു ഒരു ചാലഞ്ച്. പക്ഷെ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ച് ക്ലിയർ വിഷൻ ഉള്ള ഒരാളാണ്. അപ്പൊ മ്യൂസിക്കിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പക്ഷെ ഫ്രീഡം ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ യു ഡു വാട്ട് യു വാണ്ട്, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ നീഡ്. ഈ എഫക്റ്റ് എനിക്ക് കിട്ടണം. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു എന്ന് ഞാൻ പറയും. അല്ലേ, വേറെ ബുക്കിംഗ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. അതെ, ബാക്കി ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന തെലുഗു തുടങ്ങാൻ പോകുന്നത് കന്നഡ ദർശന്റെ കന്നഡ മൂവി അതൊക്കെയാണ്. എത്രയും പെട്ടെന്ന് ബുക്കിംഗ് വരട്ടെ. സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ 100ാം ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ സന്തോഷത്തിൽ ഒരു നല്ല ഡയലോഗ് നടന്മാരെ ഞാൻ കൊണ്ടുവരും. ചെണ്ടവട്ടാണ്ട് ചെണ്ടവട്ടാനെ പറയുള്ളായിരുന്നു.
ഒരു സന്തോഷം പങ്കുവയ്ക്കാം. ആ അതെ അതെ ഇടയ്ക്കിടയ്ക്കുള്ള വായിക്കാം. சார் உங்களை மாதிரி காட்ட சொல்லுங்க. சொல்லம்மா. അദ്ദേഹത്തിന്റെ സൗണ്ട് ഗാംഭീര്യം ഭയങ്കരമാണ്. അതൊരു സന്തോഷം കൂടെ ആവുള്ളൂ. விமர்சனம் கூட நிறைய படங்கள்ல படத்துக்கான கிடைச்சிருக்கு. ஆனால் அந்த இப்போ மிதமான அவர் சொல்ற மாதிரி இல்லை, நீங்க கூட சொன்னீங்களா அந்த செப்பு செப்பு வந்து ஹோட்டல்ல எல்லாம் வேலை பண்ணல. ஆமா, அவருக்கு என்ன சொல்லுவோம், தமிழ்ல என்ன சொல்லுவோம்? செப்பு செப்பு அப்படின்னா இந்த நம்ம இங்க இந்த குங்குமம் இல்லையா, இந்த குங்குமம் தெரிஞ்சு திருநீர்ல போட்டிருக்கிறது அது செப்பு தான், அது செப்பு தான்.